നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികാരം കിട്ടിയാൽ ബ്രിട്ടനിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് റിഫോം UK നേതാവ് സിയ യൂസഫ്. പ്രതിവർഷം 2,88,000 അനധികൃത കുടിയേറ്റക്കാരെ വീതം നാടുകടത്തുമെന്ന് വാഗ്ദാനം. നിലപാട് പ്രഖ്യാപനം കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ. റിഫോം UK ട്രംപിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടുവരുന്ന നയങ്ങൾ ബ്രിട്ടീഷ് തെരുവുകളെ അശാന്തമാക്കുമെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ. പൊതുപദവി ദുരുപയോഗം ചെയ്തെന്ന സംശയത്തിൽ ബ്രിട്ടന്റെ മുൻ US അംബാസഡർ പീറ്റർ മണ്ടേൽസൺ അറസ്റ്റ് ലൈംഗിക കുറ്റവാളി ജെഫ്രിൻ എപ്സ്റ്റീനുമായുള്ള ബന്ധം വെളിപ്പെട്ടതിനെ തുടർന്ന്. സമാനമായ ആരോപണങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ചാൾസ് രാജാവിന്റെ സഹോദരൻ ആൻഡ്രൂവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പീറ്റർ മണ്ടേൽസനെ അറസ്റ്റ് ചെയ്തത് ലണ്ടനിലെ കാംഡനിലുള്ള വസതിയിൽ നിന്ന്. ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻഡേഴ്സിനെ രാജകീയ പദവിക്രമത്തിൽ നിന്ന് നീക്കാനുള്ള ഏതു നിർദ്ദേശത്തിനും പിന്തുണ നൽകുമെന്ന് ഓസ്ട്രേലിയ. വിഷയത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്ക് കത്തയച്ചു. ഒക്ടോബർ 2025 ആൻഡ്രൂവിന്റെ പ്രിൻസ് അടക്കമുള്ള രാജകീയ പദവികൾ നീക്കപ്പെട്ടിരുന്നു. കോമൺവെൽത്ത് രാജ്യമായ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾക്ക് അംഗരാജ്യങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതിനു പിന്നാലെ വിദേശ രാജ്യങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ട്രംപ്. കോടതി വിധിയുടെ മറവിൽ കളിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിലും വലിയ തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി. കുടിയേറ്റ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിലെ മേരിലാൻഡ് സംസ്ഥാനം കോടതിയെ സമീപിച്ചു. തടങ്കൽ കേന്ദ്രം പ്രവർത്തിപ്പിക്കാനായി സംസ്ഥാനത്തിലെ ഒരു ഗോഡൌൺ പരിസ്ഥിതി പരിശോധന നടത്താതെയും പൊതുജനാഭിപ്രായം തേടാതെയും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വാങ്ങിയതായി മേരിലാൻഡ് അറ്റോർണി ജനറൽ ആന്റണി ബ്രൗൺ. ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചാണ് നടപടി നടത്തിയതെന്ന് ആരോപണം. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഷർട്ട് അഴിച്ചുമാറ്റി പ്രതിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ്പ് അറസ്റ്റിൽ. കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 8ാമത്തെ അറസ്റ്റാണിത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. NCERT 8ാം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിൽ ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ചുള്ള ഭാഗം വിവാദമാകുന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തെ മഹാത്മാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യയിലെ മുസ്ലിങ്ങളും എതിർത്തിരുന്നുവെങ്കിലും മറ്റു വഴികളില്ലാതെ അവസാനം വിഭജനം അംഗീകരിക്കേണ്ടി വന്നുവെന്നും പുതിയ പാഠപുസ്തകത്തിൽ പരാമർശം. പഴയ പാഠപുസ്തകത്തിൽ മറ്റൊരു വാദമാണ് വിഭജനവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്. ബ്രിട്ടനിൽ നിന്നെത്തിയ 3 കമ്മീഷന് മുന്നിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സമവായം ഉണ്ടാക്കാത്തതാണ് വിഭജനത്തിന് കാരണമെന്ന് വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നെന്ന് മന്ത്രി P. രാജീവ്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ലെന്നും അറസ്റ്റിലായവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ലെന്നും മന്ത്രി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കരുതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ബ്രിട്ടനിലേക്ക് അനധികൃത കുടിയേറ്റക്കാർ അധിനിവേശം നടത്തുകയാണെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം 2,87,000 അനധികൃത കുടിയേറ്റക്കാരെ വീതം നാട് കടത്തുമെന്നും റിഫോം UKയുടെ മുതിർന്ന നേതാവ് സിയ യൂസഫ് പറഞ്ഞു. പാർട്ടിയുടെ ഷാഡോ ഹോം മിനിസ്റ്ററായ സിയ കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നാടുകടത്തൽ ഫലപ്രദമായി നടത്തുന്നതിനായി അമേരിക്കയിലെ വിവാദമായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ മാതൃക ഒരു UK ഡീപ്പോർട്ടേഷൻ കമാൻഡ് രൂപീകരിക്കുന്നത് ഉൾപ്പെടെ രണ്ടാം സർക്കാരിന്റെ കാലത്ത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടതിന് സമാനമായ നിരവധി നടപടികൾ സിയ യൂസഫ് പ്രഖ്യാപിച്ചു. ഈ പ്രത്യേക യൂണിറ്റ് രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ച വിദേശികളെ കണ്ടെത്തുകയും പിടികൂടി തടവിലാക്കുകയും പിന്നീട് നാടുകടത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഓരോ വർഷവും ഇത്തരത്തിൽ 2,88,000 പേരെ വീതമാണ് പുറത്താക്കാൻ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുടെ പ്രത്യേക സംഘം മിനസോട്ടയിൽ അഭിമുഖീകരിച്ചതുപോലുള്ള എതിർപ്പുകൾ ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. റിഫോം കൊണ്ടുവരുന്ന ഭരണ മാതൃകയെയും അമേരിക്കൻ മാതൃകയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നത് ചിലർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പറഞ്ഞ സിയ യൂസഫ്, പക്ഷേ അമേരിക്കയിലേതുപോലെ ഒരു തോക്ക് സംസ്കാരം ബ്രിട്ടനിൽ ഇല്ല എന്നും അമേരിക്കയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതലായ പൊതുസമ്മതിയുള്ള പോലീസിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം റിഫോം UKയുടെ ട്രംപിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നയങ്ങൾ ബ്രിട്ടീഷ് തെരുവുകൾ അശാന്തമാക്കുമെന്നും ഇമിഗ്രേഷൻ സിസ്റ്റത്തെ തകരാറിലാക്കുമെന്നും ലിബറൽ ഡെമോക്രാറ്റിക് ഷാഡോ ഹോം സെക്രട്ടറി വ്യക്തമാക്കി. എന്നാൽ കടുത്ത നയങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിയ യൂസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത അഭയാർത്ഥികളെ നാടുകടത്തുമ്പോൾ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം പാകിസ്ഥാൻ, സൊമാലിയ, എരിത്രിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വിസ നിരോധനം ഏർപ്പെടുത്തുമെന്നും യൂസഫ് അറിയിച്ചു. മാത്രമല്ല, വിദേശ ക്രിമിനലുകൾക്ക് അവകാശങ്ങൾ ബ്രിട്ടീഷ് ജനതയുടെ അവകാശങ്ങൾക്ക് മേൽ പരിഗണന ലഭിക്കാതിരിക്കാൻ യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ നിന്നും വിട്ടുപോരുമെന്ന് യൂസഫ് ഉറപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു യൂസഫിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടുപിറകെ ലേബർ പാർട്ടി ചെയർമാൻ അന്ന ടൂലി പ്രതികരിച്ചത്. അനധികൃത കുടിയേറ്റം ഒരുതരം അധിനിവേശം തന്നെയാണ് എന്ന് പറഞ്ഞ യൂസഫ്, താൻ ഹോം സെക്രട്ടറി ആയാൽ അത് തടയുമെന്ന് മാത്രമല്ല അധിനിവേശക്കാരെ നാടുകടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു.
നാടുകടത്തലിന് മാത്രമായി പ്രതിദിനം 5 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ ഉടലെടുത്താൽ പകരം ഉപയോഗിക്കുന്നതിനായി റോയൽ എയർഫോഴ്സിന്റെ വോയേജർ തയ്യാറാക്കി നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടന്റെ ക്രിസ്ത്യൻ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പള്ളികൾ മോസ്കുകളോ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളോ ആക്കി മാറ്റാതിരിക്കുന്നതിനായി എല്ലാ പള്ളികൾക്കും ലിസ്റ്റഡ് സ്റ്റാറ്റസ് നൽകുക എന്നതാണ് അതിലൊന്ന്. മാത്രമല്ല ബ്രിട്ടീഷ് പൗരന്മാർക്കുള്ള അവകാശത്തേക്കാൾ കുറവ് അവകാശങ്ങൾ മാത്രമേ കുടിയേറ്റക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു റിഫോം MP ബുർഖ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച യൂസഫിനോട് ബുർഖ നിരോധിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ പൊതു ഇടങ്ങളിൽ മുഖം മൂടുന്നതിനോട് താൻ എതിരാണ് എന്ന മറുപടിയായിരുന്നു നൽകിയിരുന്നത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം വെളിപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടന്റെ മുൻ US അംബാസഡർ പീറ്റർ മണ്ടേൽസണെ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുപദവി ദുരുപയോഗം ചെയ്തെന്ന സംശയത്തിലാണ് അറസ്റ്റ്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാമത്തെ പ്രധാന അറസ്റ്റാണിത്. കഴിഞ്ഞ ആഴ്ച ചാൾസ് രാജാവിന്റെ സഹോദരൻ ആൻഡ്രുവിനെയും സമാനമായ ആരോപണങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലണ്ടനിൽ കാംഡെയിനിലെ വസതിയിൽ നിന്നാണ് പീറ്റർ മണ്ടേൽസനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വിൽഷെയറിലെയും കാംഡെയിനിലെയും വീടുകൾ പോലീസ് പരിശോധന നടത്തി. ജനുവരിയിൽ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഇമെയിലുകൾ അനുസരിച്ച് പീറ്റർ മണ്ടേൽസനും എപ്സ്റ്റനും തമ്മിൽ പൊതുസമൂഹം കരുതിയതിനേക്കാൾ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് വ്യക്തമായത്. 2009 ഗോൾഡൻ ബ്രൗൺ സർക്കാർ മന്ത്രിയായിരിക്കെ പീറ്റർ എപ്സ്റ്റന് ചില വിവരങ്ങൾ കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട്. എപ്സ്റ്റനുമായുള്ള ബന്ധം പുറത്തു വന്നതിനെ തുടർന്ന് 2025 സെപ്റ്റംബറിലാണ് അംബാസഡർ സ്ഥാനത്ത് നിന്നും പീറ്ററെ നീക്കിയത്. എപ്സ്റ്റനുമായുള്ള സൗഹൃദത്തിൽ താൻ ആഴത്തിൽ ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ ന്യൂ ലേബർ പദ്ധതിയുടെ ശില്പികളിൽ ഒരാളായിരുന്നു പീറ്റർ. മുൻപ് 2 തവണ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടായി വന്നു. 2024 കെയർ സ്റ്റാമർ സർക്കാർ പീറ്റർ മണ്ടേൽസനെ US അംബാസഡറായി നിയമിച്ചത്. പൊതുപദവി ദുരുപയോഗം ചെയ്ത കുറ്റം തെളിയിക്കപ്പെട്ടാൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗൗരവകരമായ കുറ്റമാണ് പീറ്റർ മണ്ടേൽസനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസറെ രാജകീയ പദവിക്രമത്തിൽ നിന്ന് നീക്കാനുള്ള ഏതു നിർദ്ദേശത്തിനും പിന്തുണ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്ക് കത്തയച്ചു. ഒക്ടോബർ 2025 ആൻഡ്രുവിന്റെ പ്രിൻസ് അടക്കമുള്ള രാജകീയ പദവികൾ നീക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇപ്പോഴും സിംഹാസന അവകാശ നിരയിൽ 8ാമനായി തുടരുകയാണ്. കോമൺവെൽത്ത് രാജ്യമായ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾക്ക് അംഗരാജ്യങ്ങളുടെ സമ്മതം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആൽബനീസിന്റെ നിലപാട് നിർണായകമായി കണക്കാക്കപ്പെടുന്നത്. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളാണ് ആൻഡ്രുവിനെതിരെ നേരത്തെ ഉയർന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പദവികൾ നീക്കം ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച പൊതുജന സേവനത്തിൽ അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട സംശയത്തിൽ ആൻഡ്രുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ വിഷയത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായത്. തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ രാജകീയമായ പദവിക്രമത്തിൽ നിന്നും നീക്കാൻ പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് UK സർക്കാർ പരിഗണിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഇതിനായി പാർലമെന്ററി നടപടികൾ ആവശ്യമാകും. കോമൺവെൽത്ത് രാജ്യങ്ങളുമായി ആലോചനകളും നടക്കേണ്ടി വരും. നിയമം പൂർണ്ണമായും നീതിപൂർവവും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും സഹോദരന്റെ അറസ്റ്റിനെ തുടർന്ന് രാജാവ് ചാൾസ് മൂന്നാമൻ പ്രതികരിച്ചത്. ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നും ഓസ്ട്രേലിയക്കാർ അതിനെ ഗൗരവത്തോടെ കാണുന്നു എന്നും ആൽബനീസ് കത്തിൽ വ്യക്തമാക്കി. സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു. ഈ വിഷയത്തിൽ ബ്രിട്ടനിലും കോമൺവെൽത്ത് രാജ്യങ്ങളിലുമുള്ള രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകാനാണ് സാധ്യത. കോമൺവെൽത്തിലെ 11 രാജ്യങ്ങൾ ബ്രിട്ടീഷ് രാജാവിനെ തന്നെയാണ് രാജ്യത്തലവനായി അംഗീകരിക്കുന്നത്. ഇവയെ കോമൺവെൽത്ത് റിയൽമിൻസ് എന്ന് വിളിക്കുന്നു. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഈ രാജ്യങ്ങളിൽ രാജാവിന്റെ സ്ഥാനവും സിംഹാസന അവകാശക്രമവും അവരുടെ ആഭ്യന്തര നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. 2011 പെർത്ത് ഉടമ്പടി അനുസരിച്ച് രാജകീയ പദവിക്രമവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ കോമൺവെൽത്ത് റിയൽമുകളും ഒരുമിച്ച് തീരുമാനിക്കണം. അതായത് ഒരാളെ സിംഹാസന അവകാശ നിരയിൽ നിന്ന് നീക്കാൻ UK പാർലമെന്റ് മാത്രം മതിയാകില്ല. മറ്റ് ബന്ധപ്പെട്ട രാജ്യങ്ങളും അതിന് സമ്മതം അറിയിക്കണം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പിന്തുണയ്ക്കുന്നത് അറിയിച്ചത് പ്രധാനപ്പെട്ടതാകുമെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത് വെറും ഒരു ബ്രിട്ടന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, രാജാവിനെ രാജ്യത്തലവനായി അംഗീകരിക്കുന്ന എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളുടെയും ഭരണഘടനാ ക്രമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ത്യ കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗരാജ്യമാണ്. എന്നാൽ 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയതോടെ ബ്രിട്ടീഷ് രാജാവിനെ രാജ്യത്തലവനായി അംഗീകരിക്കുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അതിനാൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സിംഹാസന അവകാശ നിരയുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ ഇന്ത്യക്ക് ഭരണഘടനാപരമായ പങ്കില്ല. അതായത് ഇന്ത്യ കോമൺവെൽത്ത് സംഘടനയുടെ അംഗമാണ്. പക്ഷേ രാഷ്ട്രീയ പദവിക്രമവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ പങ്കെടുക്കേണ്ട രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ല.
ബ്രിട്ടനിലെ ജോലി ഒഴിവുകൾ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നു. ഇത് രാജ്യത്തെ തൊഴിൽ വിപണിയിൽ കടുത്ത മത്സരവും യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ വർധനവും സാമ്പത്തിക അനിശ്ചിതത്വവും കൂടുതൽ രൂക്ഷമാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ജനുവരിയിൽ പരസ്യപ്പെടുത്തിയ ഒഴിവുകൾ 3% കുറഞ്ഞ് 6,95,000 ആയി. 2021 ജനുവരിക്ക് ശേഷം ആദ്യമായാണ് ഇത് 7 ലക്ഷത്തിന് താഴെ എത്തുന്നത്. 2016 ശേഷം ആദ്യമായാണ് ഗ്രാജുവേറ്റ് ജോലികളുടെ എണ്ണം 10,000-നും താഴെയായത്. ഇതിനിടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തൊഴിലില്ലായ്മ 5.2% ഉയർന്നതും യുവാക്കൾക്കിടയിലെ നിരക്ക് 14% ഉയരത്തിലെത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2025 അവസാനത്തോടെ തുടങ്ങിയ ഇടിവ് കഴിഞ്ഞ ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 16% കുറഞ്ഞതായാണ് കണക്കുകൾ കാണിക്കുന്നത്. 6 മാസത്തിനിടെ ഏകദേശം 20% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ദേശീയ ഇൻഷുറൻസ് സംഭാവനകൾ, കുറഞ്ഞ വേതനവും ഉയർത്തിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളും മൂലം തൊഴിലുടമകളുടെ ചെലവ് കൂടിയതോടെ നിയമനങ്ങൾ ചുരുക്കിയതാണ് പ്രധാന കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചില കമ്പനികൾ നിയമനത്തിന് പകരം ഓട്ടോമേഷൻ, AI സംവിധാനങ്ങളിൽ നിക്ഷേപം മുൻഗണന നൽകിയതും അവസരങ്ങൾ കുറയാൻ ഇടയാക്കി. രാജ്യത്ത് ഉടനീളം ഇടിവുണ്ടായപ്പോൾ ലണ്ടനിലാണ് ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയത്. ഓരോ ഒഴിവിനും ശരാശരി 2.4 പേർ മത്സരിക്കുന്നതായാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. വെയർഹൌസ് ജീവനക്കാർ, ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ്, ലോറി ഡ്രൈവർ, ലേബർമാർ, കിച്ചൺ അസിസ്റ്റന്റുമാർ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വന്ന പോസ്റ്റുകൾ. വേതനം ശരാശരി 43,289 പൗണ്ടായി ഉയർന്ന് ഏകദേശം 6% വർദ്ധിച്ചത് ശുഭസൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. 3% താഴ്ന്ന പണപ്പെരുപ്പത്തെ മറികടക്കുന്ന വളർച്ചയാണ് ഇത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മരിച്ച ദാതാവിൽ നിന്ന് ഗർഭപാത്രം മാറ്റിവെച്ചതിന് പിന്നാലെ UK-യിൽ ആദ്യമായി ശിശു ജനിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വൈദ്യശാസ്ത്ര മേഖലയിൽ അതുല്യമായ നേട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കെന്റിൽ നിന്നുള്ള ഗ്രേസ് ബെൽ മാർക്ക് സിൻഡ്രോം മൂലം ഗർഭപാത്രമില്ലാതെയാണ് ജനിച്ചത്. 16-ാം വയസ്സിൽ തന്നെ തനിക്ക് സ്വാഭാവികമായി ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതായും ഗ്രേസ് പറയുന്നു. ദാതാവിന്റെ കുടുംബം അവയവദാനത്തിന് സമ്മതം നൽകിയതിനെ തുടർന്ന് 2024 ജൂണിൽ ഓക്സ്ഫോർഡിലെ ദി ചർച്ച് ഹോസ്പിറ്റൽ 10 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഗർഭപാത്രം മാറ്റിവെക്കുകയായിരുന്നു. UK-യിൽ നടക്കുന്ന ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്കു ശേഷം ലണ്ടനിലെ ദി ലിസ്റ്റർ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ IVF ചികിത്സയും എംബ്രിയോ ട്രാൻസ്ഫറും നടത്തി. തുടർന്ന് ഗർഭം ധരിച്ച ഗ്രേസ് 2025 ക്രിസ്മസിന് മുമ്പ് പടിഞ്ഞാറൻ ലണ്ടനിലെ ക്വീൻ ഷാർട്ടൽ ആൻഡ് ചെൽസി ഹോസ്പിറ്റൽ ഹ്യൂഗോ എന്ന കുഞ്ഞിനെ പ്രസവിച്ചു. ജനനസമയത്ത് കുഞ്ഞ് ഏകദേശം 7 പൗണ്ട് തൂക്കമായിരുന്നു. ഇത് അത്ഭുതമാണ് എന്നും അവനെ ആദ്യമായി കണ്ടപ്പോൾ സ്വപ്നത്തിലാണ് എന്ന് തോന്നിയതായും ഗ്രേസ് പ്രതികരിച്ചു. ദാതാവിന്റെയും കുടുംബത്തിന്റെയും അമൂല്യമായ സമ്മാനം ജീവിതം മുഴുവൻ നന്ദിയോടെ ഓർക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. മാറ്റിവെച്ച ഗർഭത്തിലൂടെ ജനിച്ച ശിശുവിന് ദാതാവുമായി ജനിതക ബന്ധമില്ല എന്നും വിദഗ്ധർ വ്യക്തമാക്കി. 25 വർഷത്തിലേറെയായി ഗർഭപാത്രം മാറ്റിവെപ്പിക്കൽ ഗവേഷണം നടത്തുന്ന പ്രൊഫസർ റിച്ചാർഡ് സ്മിത്തിന്റെ നേതൃത്വത്തിലുള്ള വോംബ് ട്രാൻസ്പ്ലാന്റ് UK സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് തുടർ ചികിത്സകൾക്കും നേതൃത്വം നൽകിയത്. UK-യിൽ ആകെ 10 ഗർഭപാത്ര മാറ്റിവെപ്പുകൾ ക്ലിനിക് ട്രയലിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും ഇതുവരെ നടന്ന ശസ്ത്രക്രിയകളിൽ നിന്നുമുള്ള ആദ്യ വിജയകരമായ പ്രസവമാണ് ഇതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലോകത്ത് 100-ലധികം ഗർഭപാത്ര മാറ്റിവെപ്പുകൾ നടന്നിട്ടുണ്ട് എന്നും 70-ലധികം ആരോഗ്യകരമായ ശിശുക്കൾ ജനിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ സ്ത്രീകൾക്ക് സ്വന്തം ഗർഭത്തിൽ കുഞ്ഞിനെ ധരിക്കാനുള്ള പ്രത്യാശ നൽകുന്ന ചരിത്ര നാഴികക്കല്ലായി ഈ നേട്ടത്തെ വിലയിരുത്തപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതിനു പിന്നാലെ വിദേശ രാജ്യങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത്. കോടതി വിധിയുടെ മറവിൽ കളിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിലും വലിയ തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. വർഷങ്ങളായി US-നെ കൊള്ളയടിക്കുന്ന രാജ്യങ്ങൾ കോടതി വിധിയെ കൂട്ടുപിടിച്ച് കളിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മുൻപുള്ളതിനേക്കാൾ ഉയർന്ന തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. ജാഗ്രത പാലിക്കുക എന്നാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ പ്രസിഡന്റിന്റെ അധികാര പരിധിക്ക് പുറത്താണെന്ന് ചൂണ്ടിക്കാട്ടി 6 മുതൽ 3 വരെ ഭൂരിപക്ഷത്തിൽ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്റെ വ്യാപാര പദ്ധതികൾ സംരക്ഷിക്കുന്നതിനായി വിദേശ ഉൽപ്പന്നങ്ങൾക്ക് 10% ഇറക്കുമതി തീരുവ ചുമത്തിക്കൊണ്ടുള്ള പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഇത് 15% ഉയർത്തുകയും ചെയ്തു. കുടിയേറ്റ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിലെ മേരിലാൻഡ് സംസ്ഥാനം കോടതിയെ സമീപിച്ചു. തിങ്കളാഴ്ച സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
തടങ്കൽ കേന്ദ്രം പ്രവർത്തിപ്പിക്കാനായി സംസ്ഥാനത്തിലെ ഒരു ഗോഡൌൺ പരിസ്ഥിതി പരിശോധന നടത്താതെയും പൊതുജനാഭിപ്രായം തേടാതെയും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വാങ്ങിയതായും മേരിലാൻഡ് അറ്റോർണി ജനറൽ ആന്റണി ബ്രൗൺസ് നൽകിയ പരാതിയിൽ ആരോപിച്ചു. ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചാണ് നടപടി നടത്തിയതെന്നും ഹർജിയിൽ വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം അതിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങൾ നടപ്പാക്കാൻ നിയമം പോലും ലംഘിക്കുകയാണ് എന്നും സംസ്ഥാനത്തെ പൊതുജനങ്ങളെ അറിയാതെ $100 മില്യൺ ചെലവഴിച്ച് ഈ കെട്ടിടം വാങ്ങിയെന്നും ബ്രൗൺ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനുവരി 16 വില്യംസ്ബോർഗ് നഗരത്തിന് സമീപമുള്ള ഒരു ഒഴിഞ്ഞ വാണിജ്യ ഗോഡൌൺ $102.4 മില്യൺ ചെലവിൽ DHS വാങ്ങി എന്നാണ് പരാതിയിലുള്ളത്. രാജ്യത്ത് ഉടനീളം ഗോഡൌണുകൾ തടങ്കൽ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന വിപുലമായ കുടിയേറ്റ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. രാജ്യമൊട്ടാകെ ഗോഡൌണുകൾ വാങ്ങി ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ പാർപ്പിക്കാവുന്ന തടങ്കൽ പ്രോസസിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കേസ് രേഖയിൽ ചൂണ്ടിക്കാട്ടി. ഈ പദ്ധതിക്ക് ആവശ്യമായ പരിസ്ഥിതി പഠനവും പൊതുജനാഭിപ്രായ ശേഖരണവും നടത്താത്തത് ദേശീയ പരിസ്ഥിതി നയ നിയമം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടും ലംഘിക്കുന്നതാണ് എന്ന് സംസ്ഥാനം വാദിക്കുന്നു. ഇത്രയും വലിയ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാനത്തിന് മതിയായ വിവരങ്ങൾ നൽകാത്തതിലൂടെ പരിസ്ഥിതി, സാമ്പത്തിക, പൊതുജനാരോഗ്യ മേഖലകളിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നും ഹർജിയിൽ പറയുന്നു. ഗോഡൌൺ കുടിയേറ്റ തടങ്കൽ കേന്ദ്രമായി മാറ്റുന്നതിലൂടെ മേരിലാൻഡ് പരിസ്ഥിതി, സാമ്പത്തിക താൽപര്യങ്ങൾക്കും പൊതുജന സുരക്ഷയ്ക്കും തിരിച്ചടി ഉണ്ടാകുമെന്നും ബ്രൗൺ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ വിഷയത്തിൽ പ്രതികരണം തേടിയില്ല എങ്കിൽ DGS വക്താവ് ഉടൻ പ്രതികരിച്ചില്ല എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിടണമെന്നാണ് മേരിലാൻഡ് സംസ്ഥാനത്തിന്റെ ആവശ്യം. യുഎസിന്റെ വടക്കു കിഴക്കൻ മേഖലകളിൽ ഉണ്ടായ ശക്തമായ മഞ്ഞുവീഴ്ച ജനജീവിതം സ്തംഭിപ്പിച്ചു. വിവിധ പ്രദേശങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വീടുകൾക്കുള്ളിൽ കഴിയാൻ നിർബന്ധിതരായി. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ഗതാഗത സംവിധാനങ്ങൾ നിലയ്ക്കുകയും വിദ്യാലയങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും അവധി നൽകുകയും ചെയ്തു. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ ചിലയിടങ്ങളിൽ നിർദ്ദേശം നൽകി. 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഇതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പലയിടങ്ങളിലും 2 അടിയിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയത്. US-ലുടനീളം 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളെയാണ് മഞ്ഞുവീഴ്ച സാരമായി ബാധിച്ചത്. പൊതുഗതാഗത സംവിധാനങ്ങളും പലയിടത്തും നിർത്തിവെച്ചു. ശക്തമായ കാറ്റും കനത്ത മഞ്ഞും കാരണം മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഏകദേശം 4.5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഇരുട്ടിലായി. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം കുത്തനെ ഇടിയുന്ന ബോംബ് സൈക്ലോൺ പ്രതിഭാസമാണ് കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഞ്ഞുവീഴ്ച തുടരുന്ന പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ മേഖലകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.63 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.96 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.36 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. വാർത്തകൾ തുടരുന്നു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഷർട്ട് അഴിച്ചുമാറ്റി പ്രതിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ്പ് അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെയോടെ ഡൽഹി പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 8ാമത്തെ അറസ്റ്റാണിത്. ഏകദേശം 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതെന്നാണ് സൂചന. ക്രിമിനൽ ഗൂഢാലോചന, ഔദ്യോഗിക കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, സർക്കാർ ഉദ്യോഗസ്ഥനെ ഉപദ്രവിക്കൽ, നിയമലംഘനം എന്നീ കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30യോടെയാണ് ഉദയ് ഭാനു ചിമ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും കോൺഗ്രസ് MP ശശികാന്ത് സെന്തിൽ പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. പ്രതിഷേധത്തിന് പിന്നിലെ ആസൂത്രണങ്ങൾ ഉദയ് ഭാനുവിന് പങ്കുണ്ട് എന്നതിനെ കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട്. കേസിൽ നേരത്തെ അറസ്റ്റിലായ 7 പേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവർക്കൊപ്പം ഇരുത്തി ഉദയ് ഭാനുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് കരുതുന്നത്. NCERT 8ാം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിൽ ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ചുള്ള ഭാഗം വിവാദമാകുന്നു. 1947-ലെ ഇന്ത്യ പാക് വിഭജനത്തെ മഹാത്മാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യയിലെ മുസ്ലിങ്ങളും എതിർത്തിരുന്നുവെങ്കിലും മറ്റു വഴികളില്ലാതെ അവസാന വിഭജനം അംഗീകരിക്കേണ്ടി വന്നുവെന്നാണ് പാഠപുസ്തകം പറയുന്നത്. ഇതേ ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിൽ ഇതേ പാഠഭാഗത്തിൽ മറ്റൊരു വാദമാണ് വിഭജനവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്. ബ്രിട്ടനിൽ നിന്നെത്തിയ 3-അംഗ കമ്മീഷൻ മുന്നിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സമവായം ഉണ്ടാക്കാത്തതായിരുന്നു വിഭജനത്തിന് കാരണമെന്നായിരുന്നു വിശദീകരിച്ചത്. എന്നാൽ രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് വിഭജനം മാത്രമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴിയെന്ന പഴയ പാഠപുസ്തകത്തിൽ പറഞ്ഞിരുന്നില്ല.
ഇന്ത്യസ് ലോങ് റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്ന അധ്യായത്തിലാണ് പുതിയ മാറ്റമുള്ളത്. 1857 കലാപത്തിനു ശേഷമുള്ള കാലഘട്ടം, 1947 വരെയുള്ള കാലഘട്ടം, സ്വതന്ത്ര പ്രസ്ഥാനം, ബംഗാൾ വിഭജനം, ഇന്ത്യ വിഭജനം എന്നിവയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിന്റെ 1ാം ഭാഗം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പുറത്തിറക്കിയത്. അധികാരത്തിൽ പങ്കുന്ന വിഷയം ഇനി ഉന്നയിക്കരുതെന്ന കർശന നിർദ്ദേശം കോൺഗ്രസിന് നൽകി DMK. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി MK സ്റ്റാലിനെ നേരിൽ കണ്ട് തുടക്കമിട്ട ചർച്ചകൾക്ക് പിന്നാലെ തമിഴ്നാട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഗിരീഷ് ചോടങ്കർ നടത്തിയ ചർച്ചയിലാണ് വിട്ടുവീഴ്ചയില്ലെന്ന് DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി MP വ്യക്തമാക്കിയത്. സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് 39 സീറ്റും 2 രാജ്യസഭാ സീറ്റുകളും ആവശ്യപ്പെട്ടെന്ന സൂചനയുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ നൽകിയ 25 സീറ്റുകളും 1 രാജ്യസഭാ സീറ്റും മാത്രമേ ഇത്തവണയും നൽകാനാകൂ എന്ന് DMK വ്യക്തമാക്കി. ഇതിനിടെ മുസ്ലിം ലീഗ്, ADMK, മനിതനേയ മക്കൾ കക്ഷി എന്നിവരുമായി ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കി. ലീഗും മനിതനേയ മക്കൾ കക്ഷിയും 5 വീതം സീറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ലീഗിന് പരമാവധി 2 സീറ്റുകൾ മാത്രമേ ഇത്തവണ നൽകാനാകൂ എന്നും DMK നിലപാടെടുത്തു. ലീഗ് കോണി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ മനിതനേയ മക്കൾ കക്ഷി എല്ലാ സീറ്റിലും DMK ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് നീക്കം. ADMKയും അധിക സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു പാർട്ടികളുമായുള്ള ചർച്ച വരും ദിവസങ്ങളിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നെന്ന് മന്ത്രി P. രാജീവ്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ല. അറസ്റ്റിലായവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ല. ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി P. രാജീവ്. ഹൈക്കോടതിക്ക് SITയെ പൂർണ്ണ വിശ്വാസമാണ്. വേഗത്തിൽ കുറ്റപത്രം എന്നതിനേക്കാൾ കുറ്റമറ്റ കുറ്റപത്രം എന്നതിനാണ് പ്രാധാന്യമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അന്വേഷണത്തിന് പൂർണ്ണമായും മേൽനോട്ടം വഹിക്കുന്നത്. ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇതിന് സർക്കാരിന് ചെയ്യേണ്ടതില്ല. കോടതിക്ക് തീരുമാനിക്കാവുന്നതാണ്. വിജിലൻസ് കോടതി സുപ്രീം കോടതി അല്ലല്ലോ എന്നും മന്ത്രി രാജീവ് പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇന്നും നിയമസഭയിൽ തുടർന്നു. ചോദ്യോത്തരം മുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് കേസ് കൊടുക്കാതെ പ്രതിപക്ഷം ചോദ്യോത്തര വേള മുതൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കരുതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമലയിലെ നിലവിലെ സ്ഥിതി തുടരണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്ത്രിയും മന്ത്രിയും വിഷയം മാറും. തന്ത്രി വിഷയം പ്രതിപക്ഷം ആയുധമാക്കി. അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് കഴിഞ്ഞില്ല. ശബരിമല വിഷയത്തിലെ മാർക്കറ്റിംഗ് പ്രചാരണത്തിൽ UDF മുന്നിലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വെള്ളാപ്പള്ളി പ്രശംസിച്ചു. കഴിവുള്ള മിടുക്കിയായ സ്ത്രീയാണ് വീണ ജോർജ് എന്നും എന്ത് തെറ്റുണ്ടായാലും അവരാണ് കുറ്റക്കാരി എന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആകാനുള്ള സ്ഥിതിയാണ് ഉള്ളത്. എഴുതി തള്ളാവുന്ന നിലയിലല്ല CPM. VD സതീശന്റെ മുഖം കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യുമെന്ന് കരുതേണ്ട. പിറകിൽ നിന്നും നയിക്കുന്ന ശക്തിയാണ് UDF ജാഥയെ നയിക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ആ ജാഥയെ പിന്നിൽ നിന്നും നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. താൻ വീണ്ടും മത്സരിക്കും, വിജയിക്കുകയും ചെയ്യും. മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആരോപണം ഉന്നയിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ തെളിവ് എവിടെയെന്ന് കൂടി പറയണം. കല്ലുവെച്ച പച്ചക്കള്ളം പറയുന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ താൻ തെറ്റുകാരനല്ലെന്ന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ RTS പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിവേഗ റെയിൽവേ പാതയുമായി പുതിയ മോഡലുമായി മെട്രോമാൻ E. ശ്രീധരൻ രംഗത്ത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ദൈർഘ്യത്തിലാണ് E. ശ്രീധരൻ പുതിയ അതിവേഗ റെയിൽവേ പാത വിഭാവനം ചെയ്യുന്നത്. നേരത്തെ സിൽവർ ലൈൻ അടക്കമുള്ള അതിവേഗ റെയിൽവേ പ്ലാനുകൾ ഒഴിവാക്കപ്പെട്ടിരുന്ന പത്തനംതിട്ട ജില്ല പുതിയ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 54,000 കോടി രൂപയാണ് E. ശ്രീധരൻ പുതിയ പദ്ധതിക്ക് ആകെ ചെലവ് കണക്കാക്കുന്നത്. മുൻപ് 80,000 കോടി രൂപയായിരുന്നു പറയപ്പെട്ടത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയ്ക്ക് 3 മണിക്കൂറും 20 മിനിറ്റുമാണ് പുതിയ പാതയിൽ കണക്കാക്കുന്നത്. ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന RRTS പദ്ധതിയേക്കാൾ പദ്ധതി ചെലവ് കുറവും ടിക്കറ്റ് നിരക്ക് കുറവും E. ശ്രീധരന്റെ പുതിയ അതിവേഗ പാതയ്ക്കുണ്ട് എന്ന് പറയപ്പെടുന്നു. AC ചെയർകാർ രീതിയിൽ ടിക്കറ്റ് നിരക്ക് കണക്കാക്കുമ്പോൾ ആളുകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനാകുമെന്നാണ് അനുമാനം. എന്നാൽ യാത്രാ ചെലവ് മേൽപ്പറഞ്ഞ രീതിയിലായിരിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ അറിയാം. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ ഹോം മത്സരത്തിൽ സീസണിലെ ആദ്യ വിജയം തേടിയിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ. സ്വന്തം ആരാധകരുടെ മുൻപിൽ മുംബൈ സിറ്റിയോട് പരാജയം വഴങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായ 2ാം പരാജയമാണിത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് അടിയറവ് പറഞ്ഞത്. ഡാലിയ സുവാൽ ചാങ്തെയാണ് മുംബൈയുടെ ഏക ഗോൾ നേടിയത്. 47-ാം മിനിറ്റിലാണ് വിജയ് ഗോൾ പിറന്നത്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാരം കിട്ടിയാൽ ബ്രിട്ടനിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് റിഫോം യു കെ നേതാവ് സിയ യൂസഫ്. പ്രതിവർഷം 2,88,000 അനധികൃത കുടിയേറ്റക്കാരെ വീതം നാടുകടത്തുമെന്ന് വാഗ്ദാനം. നിലപാട് പ്രഖ്യാപനം കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ. റിഫോം യു കെ ട്രംപിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ടുവരുന്ന നയങ്ങൾ ബ്രിട്ടീഷ് തെരുവുകളെ അശാന്തമാക്കുമെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ. പൊതുപദവി ദുരുപയോഗം ചെയ്തെന്ന സംശയത്തിൽ ബ്രിട്ടന്റെ മുൻ US അംബാസഡർ പീറ്റർ മണ്ടേൽസൺ അറസ്റ്റ് ലൈംഗിക കുറ്റവാളി ജെഫ്രിൻ എപ്സ്റ്റീനുമായുള്ള ബന്ധം വെളിപ്പെട്ടതിനെ തുടർന്ന്. സമാനമായ ആരോപണങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ചാൾസ് രാജാവിന്റെ സഹോദരൻ ആൻഡ്രൂവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പീറ്റർ മണ്ടേൽസനെ അറസ്റ്റ് ചെയ്തത് ലണ്ടനിലെ കാംഡനിലുള്ള വസതിയിൽ നിന്ന്. ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻഡേഴ്സറെ രാജകീയ പദവിക്രമത്തിൽ നിന്ന് നീക്കാനുള്ള ഏത് നിർദ്ദേശത്തിനും പിന്തുണ നൽകുമെന്ന് ഓസ്ട്രേലിയ. വിഷയത്തിൽ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർക്ക് കത്തയച്ചു. ഒക്ടോബർ 2025 ആൻഡ്രൂവിന്റെ പ്രിൻസ് അടക്കമുള്ള രാജകീയ പദവികൾ നീക്കപ്പെട്ടിരുന്നു. കോമൺവെൽത്ത് രാജ്യമായ ഓസ്ട്രേലിയയിൽ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾക്ക് അംഗരാജ്യങ്ങളുടെ സമ്മതം ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചതിനു പിന്നാലെ വിദേശ രാജ്യങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ട്രംപ്. കോടതി വിധിയുടെ മറവിൽ കളിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിലും വലിയ തീരുവയും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്ന് ട്രംപിന്റെ ഭീഷണി. കുടിയേറ്റ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിനെതിരെ അമേരിക്കയിലെ മേരിലാൻഡ് സംസ്ഥാനം കോടതിയെ സമീപിച്ചു. തടങ്കൽ കേന്ദ്രം പ്രവർത്തിപ്പിക്കാനായി സംസ്ഥാനത്തിലെ ഒരു ഗോഡൌൺ പരിസ്ഥിതി പരിശോധന നടത്താതെയും പൊതുജനാഭിപ്രായം തേടാതെയും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വാങ്ങിയതായി മേരിലാൻഡ് അറ്റോർണി ജനറൽ ആന്റണി ബ്രൗൺ. ഫെഡറൽ നിയമങ്ങൾ ലംഘിച്ചാണ് നടപടി നടത്തിയതെന്ന് ആരോപണം. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഷർട്ട് അഴിച്ചുമാറ്റി പ്രതിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ്പ് അറസ്റ്റിൽ. കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 8ാമത്തെ അറസ്റ്റാണിത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. NCERT 8ാം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിൽ ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ചുള്ള ഭാഗം വിവാദമാകുന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തെ മഹാത്മാഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യയിലെ മുസ്ലിങ്ങളും എതിർത്തിരുന്നുവെങ്കിലും മറ്റു വഴികളില്ലാതെ അവസാനം വിഭജനം അംഗീകരിക്കേണ്ടി വന്നുവെന്നും പുതിയ പാഠപുസ്തകത്തിൽ പരാമർശം. പഴയ പാഠപുസ്തകത്തിൽ മറ്റൊരു വാദമാണ് വിഭജനവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്. ബ്രിട്ടനിൽ നിന്നെത്തിയ 3 അംഗ കമ്മീഷന് മുന്നിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സമവായം ഉണ്ടാക്കാത്തതാണ് വിഭജനത്തിന് കാരണമെന്ന് വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷം SITയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നെന്ന് മന്ത്രി P രാജീവ്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അന്തിമമല്ലെന്നും അറസ്റ്റിലായവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് സർക്കാർ പറയുന്നില്ലെന്നും മന്ത്രി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കരുതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.